അപ്പോൾ നമുക്കിവിടെ നമ്മുടെ വാർഡിലെ കൗൺസിലേഴ്സും ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ നമുക്കിവിടെ സഹായങ്ങൾ ചെയ്യാൻ വേണ്ടി വന്നിട്ടുള്ള ഫറോക്ക് വ്യാപാര വ്യവസായ ഏകോപന സമിതിയുടെ ആൾക്കാരും വന്നിട്ടുണ്ട്. ശരിക്കും ഇവർ ഇപ്പോൾ സാധനങ്ങൾ കൊണ്ടുവരുന്ന ടൈമിൽ യാദൃശ്ചികമായിട്ട് എത്തിപ്പെട്ടതാണ്. അതുപോലെ തന്നെ നമ്മളെ നാട്ടുകാരുണ്ട്. അപ്പോൾ നമുക്ക് ഇവരോട് ചോദിക്കാം ഇവിടുത്തെ സഹായങ്ങൾ കാര്യങ്ങളൊക്കെ ഇപ്പം ഈ പ്രളയബാധിത പ്രദേശത്തൊക്കെ എങ്ങനെയാണ് നടക്കുന്ന കാര്യങ്ങളൊക്കെ ഇവരുടെ ഡീറ്റെയിൽസ് നമുക്ക് ഇവരോട് തന്നെ ചോദിച്ചിട്ട് അറിയാം. ഇതുപോലെ തന്നെ ഒരുപാട് സഹായങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പം അതിന് വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ ആണ്. അപ്പം നമുക്ക് കൗൺസിലറിനോട് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. ശരി ചേട്ടാ, ഇവിടെ ഇപ്പം നമുക്ക് വരുന്ന സഹായങ്ങൾ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്, ഇവിടുത്തെ കറണ്ട് സിറ്റുവേഷൻ എങ്ങനെയാണ്, ആൾക്കാർക്ക് ഈ ക്യാമ്പിൽ എങ്ങനെയാണ് എന്താണെന്ന് അറിയാനുള്ള കുറേ ആകാംക്ഷകളുണ്ട്. അപ്പം അതിൻ്റെ ഒരു ഇന്നലെ രാവിലെ കൂടുതൽ ശക്തിപ്പെട്ട് ഈ ഒഴുക്ക്. അപ്പോൾ നമ്മുടെ കൗൺസിലർമാർ തന്നെ അവരെ പ്രവർത്തകരുമാടെ വാർഡുകളിൽ ഇറങ്ങാൻ തുടങ്ങി. വെച്ചാൽ ആദ്യം വീടുകളിൽ നിന്നൊക്കെ ഇറങ്ങി വരാൻ ആളുകൾക്ക് ഭയങ്കര ബുദ്ധിമുട്ട് തോന്നി. കാരണം വീട് വിട്ടെങ്ങനെ പോകാമെന്നുണ്ട്. പക്ഷേ അവസാനം ഒരു 5 മണിയായപ്പോഴുകൂടി ആകെ നില മാറി. ആകെ വീടൊക്കെ ആകെ ഒരു വലിയ പ്രതിസന്ധി വന്നു. പിന്നെ അവരെ എല്ലാവരും നമ്മളിവിടേക്ക് ക്യാമ്പിലേക്ക് എത്തിക്കുകയായിരുന്നു. അപ്പോഴേക്കും നമ്മളെന്താ പ്രദേശ ആളുകളൊക്കെ ഇവിടെ സാധനങ്ങൾ ഇവർക്ക് വേണ്ട ഭക്ഷണ സാധനങ്ങൾ ഒരുക്കാനുള്ള മേഖലയിൽ എല്ലാ ആളുകളും എന്താ വേണ്ടത് കുറേ ആൾക്കാർ അരിയായിട്ട് വന്ന് ഒരുപാട് ആളുകൾ അപ്പോൾ അങ്ങനെ ആളിവിടെ എത്തിപ്പെട്ടു. നല്ല സഹകരിക്കുന്നുണ്ട്. ഇത് 3 വാർഡുകൾ ഉള്ള ആൾക്കാരാണ് ഇപ്പം ഈ കുറ്റേക്കാട് സ്കൂളിലുള്ളത്. അപ്പം നമുക്ക് അടുത്ത കൗൺസിലറാണ്. ഇപ്പം 26, 27, 29 ഇത്രയും ഡിവിഷനുകളിലുള്ള വെള്ളം കയറിയ സ്ഥലങ്ങളിലുള്ള ആളുകളാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത്. പിന്നെ നേരത്തെ ബാബുദാസേട്ടൻ പറഞ്ഞ പോലെ ആദ്യ ആളുകൾക്ക് വിട്ടുപോരാനൊരു പ്രയാസം ഉണ്ടായിരുന്നു. ഇന്നിപ്പോൾ ഇന്നലത്തേലും ശക്തമായിട്ട് വെള്ളം കയറി. ഇപ്പോൾ പല ആളുകളും വീട്ടിൽ കുടുങ്ങി കിടക്കുകയാണ്. ഞങ്ങളെ രക്ഷപ്പെടുത്തണം എന്ന് പറഞ്ഞ് വിളിക്കുന്ന സ്ഥിതി ഉണ്ടായി. ഞങ്ങൾ തോണി ഏർപ്പാടാക്കിയിട്ടാണ് പല കുടുംബങ്ങളും ഇപ്പോൾ ഇവിടെ കൊണ്ടുവന്നിട്ടുള്ളത്. മേഡം ഒരു മിനിറ്റ്, ഞാനിപ്പം നമ്മളവിടെ ഷൂട്ട് ചെയ്യാൻ വേണ്ടി അവിടെ പോയി നോക്കിയപ്പം ഞാൻ കണ്ടത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വീട്ടിലെ ആൾക്കാർ അവിടെ ചുറ്റും വെള്ളം ഉണ്ടായിരുന്നത്. അവർ ഇറങ്ങുന്നില്ല. എന്തുകൊണ്ടാണെന്നറിയില്ല. അത് ചിലപ്പോൾ അവരെ ശരിയാണ്, എല്ലാവരും കഷ്ടപ്പെട്ടുണ്ടാക്കിയ വീട് കാര്യങ്ങളൊക്കെ ഇട്ടേച്ച് പോകാനുള്ളത് കൊണ്ടാണ്. പക്ഷേ അപ്പോൾ ഇന്ന് നമ്മൾ ടി വിയിലൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കൂടുതലും കാണാൻ കഴിഞ്ഞ അപകടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീട് അതേപോലെ വിട്ട് വരാനുള്ള ബുദ്ധിമുട്ട് കാണിച്ച ആൾക്കാരാണ് കൂടുതൽ അപകടവും വന്നിട്ടുള്ളത്. അപ്പം എല്ലാവരും എന്താ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ജീവനേക്കാളും വലുതായിട്ടൊന്നുമില്ല. അപ്പം നമ്മൾ എന്തായാലും ചെറിയൊരു കയറുന്നുള്ള ഒരു ഇത് കാണുമ്പോഴത്തിന് ഇതേപോലെയുള്ള സേഫ് ആയിട്ടുള്ള സ്ഥലത്തേക്ക് വരാം. അതിലിപ്പോൾ എന്താ പ്രശ്നം വെച്ചാൽ നമ്മളിവിടെ ഉള്ള ആളുകളോട് പറഞ്ഞത് എന്താ വെച്ചാൽ ആദ്യം നിങ്ങളെ ജീവനാണ് വലുത്. അതുകൊണ്ട് എല്ലാവരും ഇങ്ങോട്ട് പോകുന്നോളി. ഇവിടെ എന്താണോ നിങ്ങൾക്ക് സൗകര്യം അത് നമ്മളെല്ലാവരും കൂടെ യോജിച്ച് നിന്നിട്ട് ചെയ്തു തരും. ഭക്ഷണം ഉൾപ്പെടെ താമസത്തിനുള്ള സൗകര്യം ഉൾപ്പെടെ ഒക്കെ ചെയ്തു തരും. പിന്നെ അതിന് ശേഷമുള്ള കാര്യങ്ങൾ അത് പിന്നീട് നമുക്ക് ആലോചിക്കാം. ഇപ്പോൾ ചെയ്യേണ്ടത് നിങ്ങളിങ്ങോട്ട് പോരലാണ്, നിങ്ങളുടെ ജീവൻ രക്ഷിക്കലാണ് എന്നുള്ളതാണ് നമ്മളെടുത്തൊരു നിലപാട്. ആ നിലപാടിലാണ് ആളുകളോട് നമ്മളിങ്ങോട്ട് പോരാൻ വേണ്ടി പറഞ്ഞു. അതേപോലെ തന്നെ എല്ലാ ടൈമും ഇവിടെ നിന്നിട്ട് ഇതിന് കൂടെ പ്രവർത്തിക്കാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ട് തന്നെ നിൽക്കും. അതൊക്കെ അങ്ങനെ തന്നെയാണ്. ഞങ്ങളൊക്കെ ഭക്ഷണം കഴിച്ചിട്ടാണ് ഞങ്ങൾ. അതെ, ഞാൻ കണ്ടു. ഞാൻ വരുമ്പോൾ ഉച്ചയ്ക്ക് വരുമ്പോൾ ബാബുദാസേട്ടൻ ഇവിടെ തന്നെ കഴിക്കുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ നമുക്ക് ഇവിടെ വ്യാപാരി വ്യവസായിൻ്റെ ആൾക്കാർ ഇവിടെ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ വേണ്ടി നിങ്ങളെ സാധനങ്ങൾ അരി നമ്മൾ മൊത്തത്തിൽ ഇന്ന് ഈ ഫറോക്ക് മുനിസിപ്പാലിറ്റിയിലുള്ള എല്ലാ ദുരിതാശ്വാസ ക്യാമ്പിലും വേണ്ടുന്ന എല്ലാ സാധനങ്ങളും ക്യാമ്പാണ്. അപ്പോൾ ഇവിടെ ഫറോക്കിൽ ഇപ്പോൾ ഒരു 9 ക്യാമ്പുണ്ട്. 9 ക്യാമ്പ് നിലവിലുണ്ട്. ഈ 9 ക്യാമ്പിലും വ്യാപാരി വ്യവസായ ഏകോപന സമിതിൻ്റെ ആളുകൾ പിന്നെ സാധനങ്ങൾ വേണ്ടുന്നത് ഫോൺ ചെയ്താൽ എത്തിച്ചു കൊടുക്കാനുള്ള ഒരു തയ്യാറെടുപ്പ് വ്യാപാരി വ്യവസായി ഫറോക്ക് യൂണിറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ എന്ത് സാധനം ഒരു പറഞ്ഞു കഴിഞ്ഞാലും അത് കൊടുക്കാനുള്ള സന്നദ്ധത ഈ സംഘടനയ്ക്ക് ഉണ്ടാവും. അത് എപ്പോൾ വേണമെങ്കിൽ കൊടുക്കും. എനിക്ക് അതുപോലെ തന്നെ തോന്നുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ എത്തുന്നത് ഭക്ഷണ സാധനങ്ങളാണ് എത്തിക്കുന്നത്. ഓക്കെ, ഭക്ഷണ സാധനങ്ങൾ ഒഴിച്ചുകൂടാൻ എത്തുന്നത്. അപ്പോൾ കുറച്ച് ആൾക്കാർ കഴിയാവുന്ന രാത്രികൾ, പുതപ്പുകൾ, ചെരുപ്പുകൾ, ഇങ്ങനെയുള്ള സാധനങ്ങൾ അത്യാവശ്യമായിട്ട് വേണ്ട സാധനങ്ങൾ ക്യാമ്പിൽ എന്താണോ അത് നോട്ട് ചെയ്ത് പോയിട്ട് അത് എത്തിച്ചു കൊടുക്കുന്ന പരിപാടിയാണ്. അതുപോലെ അരി എന്ന് പറഞ്ഞാൽ ഇപ്പം പിന്നെ മുനിസിപ്പാലിറ്റി വഴി ഗവൺമെൻറ് അതോറിറ്റികൾ വഴിക്ക് അരി സാധനങ്ങൾ എത്തുന്നുണ്ട്. മറ്റുള്ള പച്ചക്കറികൾ കാര്യങ്ങൾ ഇതൊക്കെയാണ് നമ്മൾ കാര്യമായിട്ട് അതിലേക്കാണ് ശ്രദ്ധ വഹിക്കുന്നത്.
എനിക്ക് തോന്നുന്നു ഇപ്പം വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ ഗവൺമെൻറ്റിൻ്റെ സഹായത്തേക്കാൾ കൂടുതൽ ഓരോരോ വ്യക്തികളും അതുപോലെ സംഘടനകളും അതെ സഹായം നൽകുന്നത്. അതേപോലെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും ഇതിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ വീഡിയോയിൽ തന്നെ ഇടുന്നുണ്ട്. ഗവൺമെൻറ്റിൻ്റെ സൈറ്റ് തന്നെ വെബ്സൈറ്റ് ഉണ്ട്. ഗവൺമെൻറ്റിൻ്റെ കേരള റെസ്ക്യൂ എന്ന് പറഞ്ഞിട്ടുള്ള വെബ്സൈറ്റിൽ കയറിയിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യാനുള്ളവർക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുക. അതുപോലെ തന്നെ ഒരുപാട് ഇതിൽ ഇറങ്ങി പ്രവർത്തിക്കാൻ വേണ്ടി ഒരുപാട് വോളണ്ടിയേഴ്സിന് ആവശ്യമായിട്ടുണ്ട്. അപ്പം ആ സൈറ്റിൽ തന്നെ കയറി കഴിഞ്ഞാൽ അതിലെങ്ങനെ ജോയിൻ ചെയ്യാമെന്നുള്ള എല്ലാ ഡീറ്റെയിൽസും ഉണ്ട്. അപ്പം ഈ സൈറ്റിൽ കയറിയിട്ട് എല്ലാവരും കോൺട്രിബ്യൂട്ട് ചെയ്യാൻ കഴിയുന്ന ക്യാഷിൻ്റെ രൂപത്തിലാണെങ്കിൽ അതിൻ്റെ രൂപത്തിൽ നമുക്ക് നിത്യോപയോഗത്തിന് പറ്റിയ എന്താണെന്നുണ്ടെങ്കിലും അത് നമുക്ക് സംഭാവന ആയിട്ട് കൊടുക്കാവുന്നതാണ്. ഇന്നലെ വൈകുന്നേരത്തോടു കൂടിയാണ് ഇവിടെ ദുരിതാശ്വാസ ക്യാമ്പ് നമ്മുടെ ഈ ഡിവിഷനിൽ ആരംഭിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ നമ്മുടെ കക്ഷി രാഷ്ട്രീയ ജാതി മത ഭേദമന്യേ മുഴുവൻ ആളുകളെയും ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ കൗൺസിലർമാരുടെ നേതൃത്വത്തിൽ 3 ഡിവിഷൻ കൗൺസിലർമാരുടെ നേതൃത്വത്തിൽ ഇവിടെ നല്ല ശക്തമായ രീതിയിലുള്ള പ്രവർത്തനമാണ് ഇപ്പോൾ ഇവിടെ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ പ്രധാനമായും നമുക്ക് മദ്രസ സൗകര്യങ്ങൾ, മദ്രസ കമ്മിറ്റി, അതുപോലെ തന്നെ പള്ളി കമ്മിറ്റി, ഈ സ്കൂൾ മാനേജ്മെൻറ്റ് ഇവരൊക്കെ ഇതിന് വേണ്ടിയിട്ടുള്ള കിടക്കാനുള്ള സൗകര്യങ്ങൾ, ബാത്റൂം സൗകര്യങ്ങൾ, എല്ലാവിധ സൗകര്യങ്ങളും ഇവിടെ ഒരുക്കി കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഇന്നലെ സമീപിച്ചപ്പം തന്നെ ഫോണിലൂടെയാണ് പല ആളുകളെയും നമ്മൾ പെട്ടെന്ന് സമീപിച്ചിട്ടുള്ളത്. അവർ ഇവിടേക്ക് ആവശ്യമായ പുതപ്പുകൾ, അതുപോലെ തന്നെ ബെഡ്ഷീറ്റുകൾ, ബ്ലാങ്കറ്റ്, മറ്റു പില്ലോകൾ തുടങ്ങിയ അത്യാവശ്യമായിട്ടുള്ള വേണ്ട സാധനങ്ങളൊക്കെ നമ്മുടെ ഫറോക്കിലെ വ്യാപാരി സംഘടനകളും അതുപോലെ തന്നെ പ്രീതി സിൽക്സ്, നക്ഷത്ര ഗോൾഡ്, മറ്റു ഫറോക്ക് വെജിറ്റബിൾസ് തുടങ്ങിയ ഒട്ടുമിക്ക സ്ഥാപനങ്ങളും ഈ ഇതിലേക്ക് നല്ല രീതിയിൽ സഹായിച്ചിട്ടുണ്ട്. അവരുടെ ഒരു സഹായം കൊണ്ടാണ് ഇനിയും സഹായങ്ങൾ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ഞങ്ങൾ വീണ്ടും ഇന്ന് കുറച്ച് കുടുംബങ്ങളും കൂടെ ഇന്ന് ഉച്ചയോട് കൂടി ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെ അവരുമായി ബന്ധപ്പെട്ട് വീണ്ടും സഹായങ്ങൾ എത്തിച്ചു തരാമെന്ന് അവർ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. എന്തായാലും ഇതിപ്പോൾ നിങ്ങൾക്ക് കാണാം. അപ്പോൾ ഇവിടെ ഒരു വലിയൊരു കൂട്ടായ്മ തന്നെ ഉണ്ട്. നാട്ടുകാർ മറ്റെല്ലാ കാര്യങ്ങളും മറന്നുകൊണ്ട് ഈ ഒരു പ്രദേശത്തിൻ്റെ ഒരു വികാരം മനസ്സിലാക്കിക്കൊണ്ട് മുഴുവൻ ആളുകളും ഇവിടെ ഇന്ന് രാവിലെ മുതൽ തമ്പടിച്ച് നിൽക്കുകയാണ്. ജോലി പോലും ഒഴിവാക്കി പല ആളുകളും ഇന്ന് ഈ പ്രദേശത്ത് ഒത്തുചൂടിയിട്ടുണ്ട്. രാവിലെ മുതൽ ഭക്ഷണം തയ്യാറാക്കാനും മറ്റു കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് ഇവിടെയുള്ള ഒരുപാട് ചെറുപ്പക്കാരും പ്രായമായവരൊക്കെ കൈമയും മറന്ന് പ്രവർത്തിക്കുന്ന ഒരു സ്ഥിതിയാണ് ഇവിടെയുള്ളത്. അതിലൊരു യാതൊരുവിധ രാഷ്ട്രീയമോ കക്ഷി രാഷ്ട്രീയ ജാതി മത ഭേദമന്യേ ഉള്ള ഒരു പ്രവർത്തനമാണ് എല്ലാവരും കൂടി ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ അടുത്ത് ഇപ്പോൾ ഇരിക്കുന്നത് ചേച്ചിയാണ്. ചേച്ചിൻ്റെ പേരെന്താണ്? അജിത ചേച്ചി ഉണ്ട്. അജിത ചേച്ചിയാണ് ഇവിടുത്തെ മഹിളാ അസോസിയേഷൻ്റെ മേഖലാ സെക്രട്ടറി. അപ്പോൾ ചേച്ചിനോട് ചോദിക്കാം ഇവിടെ ഭക്ഷണത്തിൻ്റെ കാര്യങ്ങളൊക്കെ. കാരണം കിച്ചണിലുള്ള ആൾക്കാർക്കല്ല അതിനെപ്പറ്റി അറിയുള്ളൂ. അപ്പോൾ നമുക്ക് ചേച്ചിനോട് തന്നെ അതിനെപ്പറ്റി ചോദിക്കാം. ചേച്ചി, അപ്പോൾ എന്താണ് ഇന്നലെ മുതലും ഇന്നൊക്കെ ആയിട്ട് നമുക്ക് ഇവിടുന്ന് കിട്ടുന്ന സഹായങ്ങളും കാര്യങ്ങളൊക്കെ? ഇന്നലെ മുതൽ ആളുകൾ നന്നായിട്ട് ഇവിടെ സഹായിക്കുന്നുണ്ട്. പല സംഘടനക്കാരും നമ്മളെ അംഗമായി സഹായിക്കണം. വെച്ചാൽ ജാതി മതവും ഗവൺമെന്റിൽ നിന്ന് കിട്ടുന്നതിൽ അപ്പുറം ഇവിടെ പൊതുവായിട്ട് ഈ നാട്ടുകാരും അതുപോലെ തന്നെ നന്നായിട്ട് സഹായിക്കുന്നുണ്ട്. എല്ലാ സംഘടനകള് ഇപ്പം ഈ ചിക്കൻ പോലും നമുക്ക് ഓരോ വ്യക്തികൾ സ്പോൺസർ ചെയ്തതാണ്. ഓക്കെ, ഈ ഭക്ഷണം എന്ന് പറഞ്ഞാൽ നമ്മൾ ഉണ്ടാക്കുന്നത് മതിയാകാതെ വരിക. കാരണം കൂടുതൽ വെള്ളം കയറുന്നതിനനുസരിച്ച് ആളുകൾ ഈ ക്യാമ്പിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഉണ്ടാക്കുന്നത് വീണ്ടും പിന്നെ ഉണ്ടാക്കേണ്ടി വരുന്ന ഒരവസ്ഥയാണ്. എന്നാലും എത്ര ഫാമിലി ഇവിടെ ഉണ്ട്? ഇപ്പോൾ 150ഓളം കുടുംബങ്ങളുണ്ട്. ഉച്ചയ്ക്ക് 150ഓളം ഫുഡ് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. അതെല്ലാം കഴിഞ്ഞതാണ്. ഇപ്പോൾ രണ്ടാമത് ഇനി ഒരു പ്രാവശ്യം ഞങ്ങൾ ഒക്കെ ഉണ്ടാക്കി ഇനി ആളുകൾ കൂടുതൽ വരുന്ന വിചാരിച്ച് ഒന്നും കൂടി ഈ ചോറൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള പ്ലാനിങ്ങിലാണ്. ആളിപ്പോ കൂടിക്കൊണ്ടിരിക്കുകയാണ്. വൈകുന്നേരത്തിനനുസരിച്ച് ഇവിടെ സഹായങ്ങൾ, അതായത് നിങ്ങളെ ഹെൽപ്പ് സഹായം മീൻസ് ഇവിടെ ഇപ്പോൾ ഫുഡ് ഉണ്ടാക്കാനുള്ള ഹെൽപ്പ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കിട്ടുന്നത്? അത് നമ്മൾ പൊതുവായിട്ട് ഇങ്ങനെ സഹകരിക്കുന്ന ആളുകൾ എവിടെയായാലും സഹകരിക്കുമല്ലോ, ആ രീതിയിൽ. പിന്നെ വന്നിട്ടുള്ള ആളുകൾ നമ്മളെ സഹായിക്കുന്നുണ്ട്. എല്ലാവരും നമുക്ക് നല്ല സഹായമാണ്. ഇനിയും കൂടുതൽ ആൾക്കാർ പറ്റുന്നുണ്ടെങ്കിൽ വന്ന് സഹായിക്കാം, കഴിയുന്ന ഹെൽപ്പുകൾ ചെയ്യാം. കാരണം അവർക്ക് ഇപ്പോൾ വല്ലാത്തൊരവസ്ഥയാണല്ലോ, വീട്ടിലുള്ള സാധനങ്ങളൊക്കെ നാശമായി. ഏത് രീതിയിലായാലും സഹായിക്കാം. ക്യാഷിൻ്റെ ഇതിൽ സഹായിക്കാം. അതേപോലെ തന്നെ ഹെൽപ്പ് ഇവിടെ വന്നിട്ട് നമ്മളെ
ക്യാഷ് കഴിയാത്തവർക്ക് ഹെൽപ്പായിട്ട് ഇതാക്കാം. ക്യാമ്പിലേക്ക് വേണ്ടുന്ന സാധനങ്ങൾ ഭക്ഷണം ഇതെല്ലാം ഇവിടെ ആവശ്യമുള്ള സാധനം തന്നെയാണ്. അപ്പൊ ഇന്നലെ ഒരു ടീം നമുക്ക് ഇവിടെ പായ തരണ്ടായി. അപ്പൊ ഇന്ന് അവർക്ക് ആർക്കും ഇപ്പോൾ പുതപ്പില്ല. അപ്പോൾ ഒരു പുതപ്പൊക്കെ ഇന്നേക്ക് കിട്ടുകയാണെങ്കിൽ കുറേ പ്രായമുള്ള ആൾക്കാർ മരുന്ന് കുടിക്കുന്നവരൊക്കെ ഉണ്ട്. അവർക്കൊന്നും ഇന്നലെ ഉറങ്ങാൻ പറ്റിയില്ല, പുതപ്പൊന്നും കൊണ്ടുവരാതെ വന്നത്. അപ്പോൾ അങ്ങനെ ഉണ്ട്, വല്ല സഹായം കിട്ടുകയാണെങ്കിൽ നല്ലതായിരുന്നു. ഭക്ഷണം മാത്രമല്ലല്ലോ, എല്ലാം നമ്മൾ ചിന്തിക്കാതെ എല്ലാം നമുക്ക് ഒരു മനുഷ്യന് ജീവിക്കാൻ വേണ്ടി ആവശ്യമായിട്ടുള്ള ഒരു സംഭവമാണ്. അപ്പം എന്തായാലും നമുക്കുള്ള ഭക്ഷണമോ ഡ്രസ്സോ പുതപ്പോ എന്ത് നമുക്ക് നിത്യജീവിതത്തിൽ എന്ത് ആവശ്യകതമായിട്ടുള്ള എന്ത് സാധനങ്ങളായാലും, ഈവൻ കുടിവെള്ളം പോലും. കുടിവെള്ളം നമ്മളിവിടെ ഉണ്ട് സ്കൂളിൽ കുടിവെള്ളത്തിന് പ്രശ്നം. കുടിവെള്ളത്തിന്റെ പ്രശ്നമില്ല, ബാക്കി എല്ലാ കാര്യത്തിനും ബുദ്ധിമുട്ടാണ്. അപ്പം നമുക്ക് പറ്റുന്ന കാര്യങ്ങൾ എന്തായാലും നമുക്ക് ഇവിടെ വന്ന് സഹായിക്കാം. ഇവിടെ നിന്നല്ല, എല്ലാ സ്ഥലത്തും ക്യാമ്പുകളുണ്ട്. ക്യാമ്പുകളിൽ നമ്മൾ തൊട്ടടുത്തുള്ള ക്യാമ്പുകളിൽ നമ്മൾ പോയിട്ട് സഹായിക്കുക. വാസ്കോ ക്ലബ്ബ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ക്ലബിൻ്റെ പ്രതിനിധി ഇവിടെ ഉണ്ട്, നമുക്ക് പുള്ളിനെ ചോദിക്കാം. നേരത്തെ നമ്മൾ സമീപകാലത്തൊന്നും ഇല്ലാത്ത രൂപത്തിൽ ഇങ്ങനെ ഒരു ദുരിതം ഇവിടെ ഉണ്ടായെങ്കിലും അതെല്ലാം തരണം ചെയ്യാൻ നമ്മുടെ സന്നദ്ധ പ്രവർത്തകർക്കും അവിടുത്തെ രാഷ്ട്രീയക്കാർക്കും സാധിച്ചിട്ടുണ്ട്. വളരെ നല്ല രീതിയിലുള്ളൊരു സമീപനമാണ് എല്ലാവരുടെ ഭാഗത്തും ഉണ്ടായിട്ടുള്ളത്. യാതൊരു പ്രയാസവും, ഇത് മഴൻ്റെ ഒരു പ്രയാസം, വെള്ളത്തിൻ്റെ പ്രയാസം എന്നില്ല. അപ്പുറത്തേക്ക് ഒരു ക്യാമ്പ് നടത്തിക്കൊണ്ട് പോകുന്നതിന് ഇന്നേ വരെ യാതൊരു പ്രയാസം ഉണ്ടായിട്ടില്ല. അത് നാടിൻ്റെ ഒരു പ്രത്യേക നന്മയായിട്ട് കാണുകയാണ്. ഇപ്പം നേരത്തെ എല്ലാവരും സൂചിപ്പിച്ച പോലെ എല്ലാവരുടെയും സഹകരണം ഇവിടുന്ന് അങ്ങോട്ട് കൂടുതൽ ദിവസങ്ങൾ നീണ്ടു പോവുകയാണെങ്കിൽ കൂടുതൽ ഉണ്ടാവണം എന്നും കൂടി ഈ അവസരത്തിൽ ഞാൻ അപേക്ഷിക്കുകയാണ്. അതെ, മഴ വീണ്ടും വീണ്ടും ശക്തമായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് എപ്പോൾ തീരും, എങ്ങനെ നിൽക്കുന്നൊന്നും പറയാൻ പറ്റില്ല. ജനങ്ങൾക്ക് കൊടുക്കാനുള്ള മെസ്സേജ് എന്താണുള്ളത് ഈ ഒരു സാഹചര്യത്തിൽ? അപകടകരമായ സാഹചര്യത്തിൽ ആരും വീടുകളിൽ നിൽക്കരുതില്ല. നമുക്ക് ഇങ്ങോട്ട് പോരണം, നമ്മളെ ക്യാമ്പിലേക്ക് വരണം. ഇവിടെ ഭക്ഷണമോ മരുന്ന് അവർക്ക് പിന്നെ എല്ലാ മെഡിക്കൽ ക്യാമ്പ് ഇപ്പോൾ സൂപ്രണ്ട് വന്നു പോയിട്ടേ ഉള്ളൂ. താലൂക്ക് ഹോസ്പിറ്റൽ സൂപ്രണ്ടും എച്ച്.ഐയും ആരോഗ്യം എല്ലാവരും വന്നു പോയിട്ടേ ഉള്ളൂ. അപ്പോൾ അതുൾപ്പെടെയുള്ള സൗകര്യങ്ങൾ നമ്മളിവിടെ ഒരുക്കും. അതുകൊണ്ട് ആരും അവിടെ നിൽക്കേണ്ട കാര്യമില്ല. എല്ലാവരും ക്യാമ്പിലേക്ക് വരിക. വെള്ളം ഇറങ്ങിക്കഴിഞ്ഞിട്ട് തുടർ നടപടി എന്താണോ അത് നമുക്ക് എല്ലാവർക്കും കൂട്ടി യോജിപ്പിച്ച് ഇതേപോലെ ചെയ്യാം. അതെ, ഏതാണ് ചെയ്യേണ്ടത് എന്നുള്ളത്. അപ്പോൾ ആളുകൾക്ക് ആരോഗ്യ പ്രശ്നങ്ങളുള്ളവരുണ്ടാവും. ചിലർ വീട് നഷ്ടപ്പെട്ടു പോരുമ്പോൾ തുടങ്ങിയാൽ തന്നെ നമുക്ക് ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങളുണ്ടാവും. ഡെയിലി മെഡിക്കൽ ക്യാമ്പ് ഉണ്ട്. ഇന്നിപ്പോൾ ഞങ്ങൾ ESIയിലെ ഡോക്ടർമാർ വന്നു, 3 ക്യാമ്പിൽ അവർ പോയി. ബാക്കിയുള്ള ക്യാമ്പിൽ താലൂക്ക് ഹോസ്പിറ്റലിലെ ഡോക്ടർമാർ വന്നു. എല്ലായിടത്തും ഡെയിലി വരും അവർ മെഡിക്കൽ ക്യാമ്പ് നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. നാളെ ESIൻ്റെ ടീം ഇങ്ങോട്ട് വരും. അതിൽ ഡോക്ടറും ഉള്ളി ഡോക്ടറൊക്കെ വരും. ഒരിക്കലും നമുക്കൊരു ഡോക്ടർമാർക്കായാലും ഈ ആരോഗ്യ വകുപ്പിനൊന്നും ഓരോ വീട് തോറും കയറി ഇറങ്ങാൻ പറ്റില്ല. അപ്പം അതുകൊണ്ട് നമ്മൾ ഇതുപോലുള്ള ക്യാമ്പുകളിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ അവിടെ വരുന്ന ഒരു കൂട്ടം ആൾക്കാർക്കുള്ള ചികിത്സ തന്നെ നമുക്ക് പെട്ടെന്ന് എത്തിക്കാൻ പറ്റും. ഇപ്പം തന്നെ ഞാൻ ലാസ്റ്റ് അപ്ഡേറ്റ് ഞാൻ കണ്ട അപ്ഡേറ്റിൽ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം കുറച്ച് ഒരുപാട് കോള് വരുന്നതിനെ കൊണ്ട് IT ആൾക്കാരൊക്കെ ഒരുപാട് ആവശ്യമുണ്ട്, വോളണ്ടിയേഴ്സ് ആയിട്ട് എന്നാണ് പറയുന്നത്. അപ്പം നമുക്കൊരു ഭക്ഷണം കൊണ്ടോ ക്യാഷ് കൊണ്ടോ ഒന്നും ഡൊണേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് പറ്റുന്ന ഒരു സംഭവം എന്ന് പറഞ്ഞാൽ മാൻ പവർ. അതെ, നമ്മളെ സഹായം ചെയ്തു കൊടുക്കുക. അപ്പം നമ്മൾ വന്നപ്പോഴായാലും ചിലപ്പം ഇവർക്ക് മാനസികമായിട്ട് ചിലപ്പം ഇതൊന്നും ചെയ്ത് വർക്ക് ചെയ്യാനുള്ളൊരു മൈൻഡൊന്നും ഉണ്ടാവില്ല. കാരണം വീട് വിട്ട് ഇറങ്ങിയ ആൾക്കാരായിരിക്കും. അപ്പം അവർക്ക് ചെയ്തു കൊടുക്കാൻ നമുക്ക് പറ്റുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെയുള്ള കുറച്ച് ഭക്ഷണം ഉണ്ടാക്കാനായാലും ഇങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ സഹായിച്ചിട്ടാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന സംഭവങ്ങൾ. അപ്പോൾ അതുപോലെ എല്ലാവരും മുന്നോട്ട് വരിക. ഇവിടെയുള്ള ആളുകളോടൊപ്പം നമ്മൾ പറഞ്ഞത് എന്താ വെച്ചാൽ, നിങ്ങൾ സന്തോഷത്തോടെ ഇരിക്കുക, ഒരിക്കലും ദുഃഖിക്കേണ്ട. നിങ്ങൾ എന്താവശ്യത്തിനും ഞങ്ങളെല്ലാവരും കൂടെയുണ്ട്. നിങ്ങൾക്ക് എന്താവശ്യമുണ്ടെങ്കിലും ഞങ്ങളോട് പറയാം. നിങ്ങളെ ജീവൻ തിരിച്ചു കിട്ടി എന്നതാണ് ഏറ്റവും വലിയ സന്തോഷം. അതിന് മാത്രം നിന്നാൽ മതി എന്നുള്ളത് നമ്മളിവിടെ എല്ലാവരോടും പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ ആലോചിക്കുന്ന രാത്രി നമ്മളിവരെല്ലാവരും ഒന്ന് ഇരുത്തി ഒരു എൻ്റർടൈൻമെൻറ്റ് ഉൾപ്പെടെ ചെയ്യണമെന്ന് ആലോചിക്കുന്നുണ്ട്. അവരെ മാനസികമായിട്ടൊന്ന് ബൂസ്റ്റപ്പ് ചെയ്യാൻ വേണ്ടി. അത് എന്തുകൊണ്ടും നല്ലൊരു തീരുമാനം എനിക്ക് തോന്നി. കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവിടെ നിൽക്കുമ്പോൾ എല്ലാവരും ഓരോ സ്ഥലത്തേക്ക് നോക്കിയിട്ട് എന്താണ് അവസ്ഥ എന്നിങ്ങനെ ആലോചിച്ച് നിൽക്കുന്ന ഒരു സംഭവമാണ്. കുറച്ച് എൻ്റർടൈൻമെൻറ്റ് കൊടുത്താൽ കുറച്ചും കൂടെ നല്ലതായിരിക്കും. അതുപോലെ റെഡിയാക്കുന്നുണ്ട്. ഓക്കെ, നല്ലൊരു കാര്യം തന്നെയാണ്. അതുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കൊന്ന് കവർ ചെയ്യാൻ പറ്റിയ നല്ലൊരു സംഭവമായിരിക്കും. നമ്മുടെ 25-ാം വാർഡ് കൗൺസിലറാണ് കൂടെ ഉള്ളത്. ലേറ്റ് ആയി പോയില്ലേ ചേച്ചി? ഞാൻ അവിടെ വാർഡിലെ കയറിയൊക്കെ വരികയാണ്. അപ്പോൾ അരക്കെത്താൻ വെള്ളം ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇതിപ്പോൾ മഴവെള്ളം അല്ലാതെ തോന്നുന്നുണ്ട്, അത്രയ്ക്കും അധികമായിട്ട് ഇങ്ങനെ വെള്ളം കയറിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ
എന്താ സ്ഥിതി വെച്ചാൽ ഒരുവിധം എല്ലാവരും ബന്ധുവീടുകളിലേക്ക് പോയി. പിന്നെ കുറേ പേരുണ്ട് അവർക്ക് കുടിവെള്ളം എത്തിക്കാനുള്ള ഒരു സംവിധാനമൊക്കെ വാട്ടർ അതോറിറ്റിയിലേക്ക് വിളിച്ച് കുടിവെള്ളം ബാക്കി ഇപ്പോൾ ലെവലാണല്ലോ, ഗ്രൗണ്ട് ലെവലും കടന്ന് പോകുന്നില്ലേ. അപ്പം പിന്നെ ഈ ആരോഗ്യ പ്രശ്നങ്ങൾ വല്ലാതെ വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രദേശത്തുള്ള വെള്ളം കുടിക്കേണ്ട, അപ്പോൾ വാട്ടർ അതോറിറ്റിയിലേക്ക് വിളിച്ചിട്ട് അവർ നാളെ അതും ഒരു മെയിൻ പോയിന്റാണ്. നമ്മൾ വെള്ളം എന്നുള്ള സംഭവം തിളപ്പിച്ച് ആറ്റിയിട്ട് കുടിക്കുക. അതുപോലെ തന്നെ ഈ നോർമലി ഇപ്പം വെള്ളം എല്ലാം മോശമായിട്ടുണ്ടാവും. അപ്പോൾ എന്തായാലും നല്ല വെള്ളം, ശുദ്ധജലം നോക്കി നോക്കുക. കാരണം ഒരുപാട് അസുഖങ്ങൾ അതിലൂടെയും വരും. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ചികിത്സിക്കാനും കുറച്ചുകൂടി ബുദ്ധിമുട്ടുള്ള സാഹചര്യമാണ്. ഹെൽത്തിൽ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് ബന്ധപ്പെട്ട അവരൊക്കെ ഏത് സമയത്താണ് സഹായം വേണ്ടത് വെച്ചാൽ ആ സമയത്ത് എത്തിപ്പെടാന്നുള്ള നല്ല കാര്യം. പിന്നെ കുടിവെള്ളം എത്തിക്കാനും അവിടെ ജനങ്ങൾ നല്ല സഹകരിച്ചിട്ട് ട്യൂബിൻ്റെ മേലെ പലകൊക്കെ വെച്ച് വെള്ളം കൊണ്ടുപോയി വീടുകളിലേക്ക് എത്തിക്കുകയാണ്. ആർക്കും ഇറങ്ങിപ്പോകാൻ വയ്യ, അത്രയ്ക്കും വെള്ളമുണ്ട്. അപ്പോൾ വീടുകളിലേക്ക് ചെറുപ്പക്കാർ തന്നെ എത്തിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. എൻ്റെ വീട്ടിൽ വെള്ളം കയറിയതാ മുഹമ്മദ് റാമി. അപ്പോൾ ഇക്കനെ ചോദിക്കാം നമുക്ക് അതിൻ്റെ അടുത്ത്. ഹലോ, ഞാൻ മുഹമ്മദ് റാമീസ്. കുറച്ച് കിട്ടും മുഹമ്മദ് റാമീസ്. പിന്നെ എൻ്റെ വീട്ടിൽ വെള്ളം കയറിന് ഇങ്ങനെ വെള്ളം കയറി ഇറങ്ങി കളിക്കുക. അതിൻ്റെ തൊട്ടടുത്ത് സൂര്യ അംഗൻവാടിയിൽ വെള്ളം കയറിയിട്ടുണ്ട്. ഇപ്പോൾ സ്വതവേ വെച്ചാൽ ബാത്റൂമിൽ എല്ലാ ഇത് ലെവലായി നിൽക്കുന്നുണ്ട്. സൂര്യ അംഗൻവാടി വെച്ചാൽ വെള്ളം കയറിയാൽ ബാത്റൂമിൽ ഫുള്ള് അലസ്മെൻറ്റ് ചെയ്ത് ഇരിക്കുകയാണ്. പിന്നെ എൻ്റേതാണെങ്കിൽ പല ജന്തുക്കളൊക്കെ വന്ന് കയറുന്നുണ്ട്. സാധനമൊക്കെ ഞാൻ പുറത്ത് മുകളിലേക്ക് കയറ്റിയിട്ടുണ്ട്. പിന്നെ രണ്ടാമത് ഞാൻ പോയിട്ടപ്പോൾ പിന്നെ അധികം കുറച്ച് വെള്ളം കയറിക്കിന്. എന്നിട്ട് ഞാൻ ഇപ്പോൾ ഒരു സ്ഥലത്ത് ഈ പടിഞ്ഞാറോട്ടൊന്ന് നല്ല മഴ വരുന്നുണ്ട്. ഏത് പ്രതീക്ഷ വരെയാണ് ഞാൻ കാത്തിരിക്കുന്നത്. ഞാൻ നമ്മളെ മെമ്പറോട് എല്ലാവരും പറഞ്ഞിട്ടുണ്ട്, ഓടിയൊക്കെ ശരിയാക്കി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ വെള്ളം കൂടിക്കൂടി വരികയാണ് കേരളത്തിൽ. ഇപ്പം ഓൾമോസ്റ്റ് എല്ലാ സ്ഥലത്തും വെള്ളപ്പൊക്കം കാര്യങ്ങളാണ്. നമ്മുടെ കോഴിക്കോട് എൻ്റെ സ്ഥലമാണ്, എൻ്റെ വീട്ടിൻ്റെ അടുത്തുള്ള ക്യാമ്പിലാണ് ഇപ്പം ഞാൻ നിൽക്കുന്നത്. അപ്പം ഇവിടുത്തെ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതേ അവസ്ഥകളാണ് എല്ലാ സ്ഥലത്തും നടക്കുന്നത്. അപ്പം നമുക്ക് കഴിയാവുന്ന സഹായങ്ങൾ എല്ലാവരും ചെയ്തു കൊടുക്കുക. അതുപോലെ തന്നെ നമുക്ക് ഒരു രീതിയിലും നമുക്ക് അതായത് നമുക്ക് ഭക്ഷണമായാലും ഡ്രസ്സായാലും മറ്റ് ആവശ്യ സാധനങ്ങളൊന്നും നമുക്ക് കഴിയുന്നില്ല. എല്ലാവർക്കും സാമ്പത്തികം ഉണ്ടാവണമെന്നില്ല. അത് കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ കഴിയുന്നത് നമ്മൾ വന്നിട്ട് ഇവിടുന്ന് എല്ലാവർക്കും വേണ്ടി ഹെൽപ്പ് ചെയ്ത് കൊടുക്കുക. അവർക്ക് ഭക്ഷണം ഉണ്ടാക്കാനായാലും അവർ സാധനങ്ങൾ മാറ്റാനായാലും എല്ലാ രീതിയിലും ഈ ഒരു കൂട്ടായ്മ എല്ലാവരും ഒന്നിച്ച് നിന്നിട്ടുള്ള അതേ രീതിയിൽ തന്നെ മുന്നോട്ട് പോവുക. അപ്പം ഈ വീഡിയോ നിങ്ങളെല്ലാവരും മാക്സിമം ഷെയർ ചെയ്തിട്ട് എല്ലാവരിലേക്കും എത്തിക്കുക. കാരണം നമ്മുടെ ഈ വീഡിയോയിൽ തന്നെ നമ്മൾ കൊടുക്കുന്ന ഈ ഒരു വെബ്സൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗവൺമെൻറ് റെഡിയാക്കിയിട്ടുള്ള വെബ്സൈറ്റാണ്. ഒരുപാട് ആൾക്കാരെ വോളണ്ടിയറായിട്ട് കേരള ഗവൺമെൻറ്റിന് വോളണ്ടിയറായിട്ട് ആവശ്യമുണ്ട്. അപ്പം അതിൽ നിന്ന് ജോയിൻ ചെയ്യാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് സംഭാവന ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഇതുവരെ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ള എല്ലാം നമുക്ക് ആ വെബ്സൈറ്റിൽ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ കാണാവുന്നതാണ്. അപ്പം എല്ലാവരും ഇതൊന്ന് ഷെയർ ചെയ്ത് എല്ലാവരിലേക്കും എത്തിക്കുക. നമുക്ക് കഴിയുന്ന സംഭാവനകളും സഹായങ്ങളൊക്കെ ചെയ്തു കൊടുക്കുക. അത്രേ ഉള്ളൂ.